നമസ്കാരം, ഞാൻ പി സി ജെയിംസ്, നിർമ്മല കോളേജ്, കുറവലങ്ങാട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ 3 സന്ദർഭം കണ്ടിട്ടുണ്ട്. ഇന്ന് 4-മത്തതിലേക്ക് കിടക്കുന്നു. 4-മത്തെ സിറ്റുവേഷൻ ഈഫ്, അൺലെസ്, അൺടിൽ, ആസ് സൂൺ ആസ് ലോങ് ആസ്, ഇൻ കേസ്, വെൻ, ബിഫോർ, വെനെവർ, ആഫ്റ്റർ, സിൻസ്, വൈൽ. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾക്ക് ശേഷം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് മറ്റ് ടെൻസിൽ പറ്റില്ല എന്നല്ല. അതിൻ്റെ ഒരു ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാവും. ഈഫ് ഇറ്റ് റെയിൻസ് ദ പ്രോഗ്രാം വിൽ ബി ഹെൽഡ് ഇൻ ദ ഓഡിറ്റോറിയം. ഈഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ, ദ പ്രോഗ്രാം വിൽ ബി ഹെൽഡ് ഇൻ ദ ഓഡിറ്റോറിയം. അപ്പം മഴ പെയ്യും എങ്കിൽ, ഈഫ് എന്ന് പറയുന്നത് എങ്കിൽ എന്നതിനെ കാണിക്കുന്നതാണ്. ഇറ്റ് റെയിൻസ്, ഇവിടെ മഴ പെയ്യുന്നു എന്നാണ്. ഈഫ് ഇറ്റ് റെയിൻസ്, ഇവിടെ മഴ പെയ്യുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുകയാണെങ്കിൽ, ദ പ്രോഗ്രാം, പരിപാടി, വിൽ ബി ഹെൽഡ് ഇൻ ദ ഓഡിറ്റോറിയം, പ്രോഗ്രാം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടും. ഇത് പിന്നീട് വരും. വിൽ ബി ഹെൽഡ്, വിൽ ബി കണ്ടക്റ്റഡ്, വിൽ ബി റിട്ടൺ. ഇത് പിന്നീട്, അത് വോയിസ് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ആക്റ്റീവ്, പാസീവ് എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് വരും. അതിപ്പോൾ പറഞ്ഞാൽ എല്ലാം കൂടെ പറ്റത്തില്ല. അപ്പോൾ മഴ ആണെങ്കിൽ പരിപാടി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടും എന്ന് പറയുമ്പോൾ ഈഫിന് ശേഷം സിമ്പിൾ പ്രസൻറ്റ് ഇറ്റ് റെയിൻസ് വന്നു. ബാക്കിയുള്ള ആ പോർഷനിൽ ഏത് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ ബാധകമല്ല. ഇത് ഈഫിന് ശേഷം ഈഫ് ഇറ്റ് റെയിൻസ്. ഇനി 2ലേക്ക് പോകാം. യു വിൽ ബി എക്സ്പെൽഡ് അൺലെസ് യു അപ്പോളജൈസ്. നീ അപ്പോളജൈസ് ചെയ്യുന്നില്ലെങ്കിൽ, നീ ക്ഷമ പറയുന്നില്ലെങ്കിൽ, നീ ക്ഷമായാചനം നടത്തുന്നില്ലെങ്കിൽ പുറത്താക്കപ്പെടും. അപ്പോൾ ഒരു കണ്ടീഷനാണ്. അൺലെസ് എന്ന് പറഞ്ഞാൽ അല്ലാത്ത പക്ഷം. ഈഫ് എന്ന് പറയുമ്പോൾ എങ്കിൽ എന്ന് കണ്ടു. ഈഫിൻ്റെ നെഗറ്റീവാണ് ഈഫ് നോട്ട്. ആ ഈഫ് നോട്ടിൻ്റെ വൺ വേർഡാണ് അൺലെസ്. അല്ലാത്ത പക്ഷം, നീ ക്ഷമ പറയാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ ക്ഷമ പറഞ്ഞാൽ ഒഴിവാകും. ക്ഷമ പറയുന്നില്ലെങ്കിൽ. ഇപ്പോൾ ബാക്കി മുമ്പേ പറഞ്ഞല്ലോ, ഈ പോർഷനിലെ ടെൻസ് ആപ്ലിക്കേഷനുമായിട്ട് ഇത് ബന്ധമില്ല. അപ്പോൾ അൺലെസ്സിന് ശേഷം യു അപ്പോളജൈസ് എന്ന സിമ്പിൾ പ്രസൻറ്റ് വന്നു. ഇനി 3 നോക്കാം. വി ക്യാനോട്ട് സ്റ്റാർട്ട്, വി ക്യാനോട്ട് സ്റ്റാർട്ട് അൺടിൽ ദേ കം. അൺടിൽ, അതുവരെ, അവർ വരുന്നത് വരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവർ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. വി ക്യാനോട്ട് സ്റ്റാർട്ട്. നോക്കിക്കേ, അൺടിൽ, അൺടിലിന് ശേഷം ദേ കം എന്ന സിമ്പിൾ പ്രസൻറ്റ് വന്നു. 4th, they will move him to the ward as soon as the operation is over. ഓപ്പറേഷൻ കഴിയുമ്പോഴേ അയാളെ വാർഡിലേക്ക് മാറ്റും. they will move him to the ward as soon as. മുമ്പേ കണ്ട as soon as. as soon as എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ. as soon as the operation is over. ഓപ്പറേഷൻ കഴിയുമ്പോൾ തന്നെ, ഓപ്പറേഷൻ കഴിഞ്ഞാലുടനെ അയാളെ വാർഡിലേക്ക് മാറ്റും. ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ആസ് സൂൺ ആസ് ദ ഓപ്പറേഷൻ ഈസ് ഓവർ. ഇനി ഇവിടെ എല്ലാം നോക്കിക്കേ. ഒന്നുകൂടെ പറഞ്ഞാൽ ഈഫ്, അൺലെസ്, അൺടിൽ, ആസ് സൂൺ ആസ്, ആസ് ലോങ് ആസ്, ഇൻ കേസ്, വെൻ, ബിഫോർ, വെനെവർ, ആഫ്റ്റർ, സിൻസ്, വൈൽ. ഇതിനൊക്കെ ശേഷം സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്പം ഒരു കണ്ടീഷനും ഒക്കെ വേണേൽ അവിടെ വരാം. If it rains, the program will be held in the auditorium. You will be expelled unless you apologize. We cannot start until they come. They will moving to the ward as soon as the operation is over. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ, അപ്പോൾ ഇതുവരെ വരുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഒന്നും കൂടി വരിക ആദ്യം മുതൽ. ഹബിച്വൽ ഓർ റെഗുലർ ആക്ഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, നിയർ ഫ്യൂച്ചർ, if, unless, until, as soon as long as, in case, when, before, whenever, while, since,
ആഫ്റ്റർ ഇങ്ങനെയുള്ളതിന് ശേഷം സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുക. ഇതാണ് നല്ലത്. ഇനി ഉള്ള അടുത്ത നിയമങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണും.